ഹലോ ഗേസ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മളൊരു മത്തി വെറൈറ്റി ആയിട്ടൊരു കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. ആ വെറൈറ്റിയുടെ കറി ഒന്ന് കണ്ടു നോക്കിയാലോ എല്ലാവരും. ഒരു തക്കാളി, വെളുത്തുള്ളി, വലിയുള്ളി, ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇനി ഒരു ഗ്രൈൻഡറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഉച്ചക്കൾക്ക് ചൂട കറിയൊക്കെ ഉണ്ട്. തേങ്ങ ഒക്കെ അരച്ച് മാങ്ങ ഒക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടി അതിന് കറിയൊക്കെ കലക്കി വെച്ചാണ്. അതിന് എല്ലാവർക്കും അറിയണമാണല്ലോ. ആദ്യം വലിയുള്ളി ഇടുന്നുണ്ട്. എല്ലാ സാധനവും കൂടെ ഒന്നായിട്ട് അടിക്കാൻ കേട്ടോ. കുറച്ച് ചെറിയുള്ളി ഇട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് ഇത് ഒന്ന് അടിഞ്ഞിട്ട് നോക്കി എല്ലാ സാധനവും വെച്ചാണ്. തക്കാളി എല്ലാ സാധനത്തിലിട്ട് ചെയ്യാം. മത്തി വെക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ചെറിയുള്ളി അരിഞ്ഞതും കൂടെ എടുക്കുകയാണ്. അതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെള്ളിയിലിടുകയാണ്. എൻ്റെ ഈ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇറക്കിയിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അതങ്ങനെ ഇതിലേക്ക് മുളകും പൊടി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുളകും പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക. മുളകും പൊടി ഇട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാണ്ട്. കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് നല്ല ഇതാക്കി നമുക്ക് ഇതിലേക്ക് മീനൊക്കെ വെച്ച് കൊടുക്കാം. മീനിട്ട് നല്ല ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ടി. ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ വറ്റി വരണം. ഇതിൻ്റെ എണ്ണ അങ്ങനെ മേലായി വരും കുറച്ച് കഴിയാൻ. അങ്ങനെ നമ്മളെ മത്തി ഇവിടെ വറ്റിച്ചതുപോലെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ടി. കറിയായിട്ട് കൂട്ടാനൊന്നും തല്ല, ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ കൂട്ടാൻ നല്ല അടിപൊളി രസമാണ്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഒക്കെ ഇട്ട് കറി വെച്ചാണ്. ഇപ്പം നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ചോറും ഉണ്ടാക്കി. ചോറിലേക്കുള്ള 2 കറികളും റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.